വെൽക്കം ടു അലീസ് പ്ലാൻ. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇന്ന് ലുലു മാളിലേക്ക് പോവാണ്. ഇവിടുത്തെ കോട്ടയത്തെ മിനി ലുലു മാളിലോട്ടാണ് പോകുന്നത്. മിനി ലുലു മാളിലെത്തി ഞങ്ങൾ. അപ്പോൾ താഴത്തെ നിലയിൽ ഞങ്ങൾ കുറച്ച് ബ്രാൻഡഡ് ഷോപ്പുകളാണ് കണ്ടത്. അതിനിപ്പം നമുക്ക് കയറേണ്ട ആവശ്യമില്ല, ഒരുപാട് വിലയാണ്. പിന്നെ ഹൈപ്പർ മാർക്കറ്റും ഉണ്ട്. അപ്പം ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പിന്നീട് പോകാം എന്ന് വിചാരിച്ചു. ഞങ്ങൾ മേളിലത്തെ നിലയിലോട്ട് പോയി. ആകെ 2 നിലകൾ മാത്രമാണുള്ളത്. അപ്പോൾ അതിലോട്ട് ഫാഷൻ സ്റ്റോറിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. ഫാഷൻ സ്റ്റോറിൽ കയറി കഴിഞ്ഞ് അവിടെ കുറച്ചേറെ നല്ല ഡ്രസ്സുകളൊക്കെ കണ്ടു. ഷർട്ട്, നല്ല ഡ്രസ്സുകളൊക്കെ ഓഫറിനിട്ടിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഷർട്ടുകളും നല്ല സെലക്ഷൻ ഉണ്ട്. പക്ഷെ നല്ല റേറ്റ് ആണ്, എന്നാലും കുഴപ്പമില്ല. പിന്നെ വാച്ച് ഷോപ്പ് കണ്ടു. വാച്ച് അല്ലിക്ക് വേണമെന്ന് ചോദിച്ചിട്ട് അല്ലിക്കുട്ടിക്ക് വേണ്ട, നല്ല ബ്രാൻഡഡ് വാച്ചുകളൊക്കെ കണ്ടു. അപ്പോൾ ഫാഷൻ സ്റ്റോറിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നേ. അല്ലിക്കുട്ടിക്ക് വേണ്ട ഡ്രസ്സുകളൊക്കെ ഓരോന്നെടുത്ത് നോക്കുന്നുണ്ട്. ഇതുപോലത്തെ ഫ്രോക്കൊന്നും അധികം ഇടില്ല, അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ വാങ്ങിക്കാൻ എൻകറേജ് ചെയ്തില്ല. പിന്നെ ഒരു സ്വെറ്റ് ഷർട്ടും അനിയൻ വാവയ്ക്ക് ഒരു റോംബറും മാത്രമേ അവിടുന്ന് വാങ്ങിച്ചുള്ളൂ. നല്ല സെലക്ഷനൊക്കെ കണ്ടു. പിന്നെ ഒരുപാട് അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വാങ്ങിയില്ല. ജസ്റ്റ് ഫാഷൻ സ്റ്റോറൊക്കെ ഒന്ന് കയറി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇങ്ങ് പോന്നു. കുറേയധികം ചോയ്സ് ഒക്കെ കണ്ടു. നല്ലൊരു ക്യാപ്പ് അല്ലേ, നല്ല വെറൈറ്റി ക്യാപ്പ്. പിന്നെ കുറേ നല്ല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഷെയ്ഡുള്ള പല നമ്മൾ കാണാത്ത ടൈപ്പ് ഷെയ്ഡുകളുള്ള ഫ്രോക്കുകളും ഡ്രസ്സുകളും പല കളറിലുള്ളതൊക്കെ കണ്ടു. വെറൈറ്റി കളേഴ്സ്. പിന്നെ കുറേയധികം കോസ്മെറ്റിക്സ് ഐറ്റംസ് ആണുള്ളത്. ഷുഗറിൻ്റെ, ചേമ്പറിൻ്റെ, നെയിൽ ആർട്സ് ഉണ്ട്, കുറേയധികം സിറംസ്, പിന്നെ മോയ്സ്ചറൈസേഴ്സ്, അങ്ങനെ കുറേയധികം സാധനങ്ങൾ. പിന്നെ ഗുച്ചിയുടെ, റൈഡ് ബാൻഡ്, അങ്ങനെ കുറേയധികം സൺഗ്ലാസുകളുണ്ട്, ബാഗുകളുണ്ട്. അലൻസോളിയുടെ, മൈക്കിൾ കോഴ്സിൻ്റെ കുറേയധികം ക്ലച്ചസ്, ബാഗുകൾ, അത് എക്കോ ഫ്രണ്ട്ലി ബാഗുകൾ, അങ്ങനെ പലതരം ഐറ്റംസ് ഉണ്ട്. ഫാൻസി ഐറ്റംസ്, കമ്മലുകള്, മാലകള്, അതൊക്കെ കുറേ അധികം ഉണ്ട്. നല്ല കളക്ഷനൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. അല്ലി ഫഞ്ചൂറി പോകാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നത്. അത് കാരണം ഞങ്ങൾ കുറേ നേരം ഫാഷൻ സ്റ്റോറിൽ നിന്നില്ല. അല്ലി നിർബന്ധമാണ്. അതുകൊണ്ട് അല്ലിയുടെ നിർബന്ധം കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവൾക്ക് ഫൻചൂറെ പോകണം. അപ്പം എല്ലാവർക്കും വിശന്നു. അപ്പം ഞങ്ങൾ പിന്നെ ബട്ടൂരായും അല്ലിക്ക് ഒരു ബർഗറും ക്രിസ്പി റോളും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഫൻചൂറയിലോട്ട് കയറി. അല്ലിക്ക് ടോയ് കിട്ടി. അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് അല്ലി ഇതെപ്പോഴും വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അല്ലിക്ക് പോകണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ലുലു മാളിൽ വന്നപ്പോൾ അല്ലിക്ക് ആഗ്രഹം സാധിച്ചു. പിന്നെ കുറേ കാറുകൾ. ഇവിടെ എറണാകുളം, തിരുവനന്തപുരം പോലെയുള്ള ഒരു ഫൻചൂറയിലുള്ള ഒരുപാട് റൈഡുകളൊന്നുമില്ല. ഇത് മിനി ലുലു മാളല്ലേ, അപ്പം വളരെ കുറച്ച് റൈഡുകൾ മാത്രമേ ഉള്ളൂ. XT തിയേറ്റർ ഉണ്ട്. അല്ലി തന്നെ കയറി കണ്ടു. അല്ലിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് അല്ലി പറഞ്ഞത്. പിന്നെ കാറുണ്ട്, ഇലക്ട്രിക് കാറുണ്ട്. പിന്നെ ഇതുപോലത്തെ ടോയ്സ് എടുക്കുന്നതുണ്ട്. കുറേ ബൈക്ക് റേസിങ്, കാർ റേസിങ്, ജീപ്പ് റേസ്, അതൊക്കെയാണ് മെയിൻ. പിന്നെ അങ്ങനെ അല്ലാണ്ട് വലിയ ഐറ്റംസ് ഒന്നും കൂടുതലില്ല. എന്നാലും കുട്ടികൾക്ക് അതൊക്കെ ഒരു സന്തോഷമല്ലേ.
പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. ഇത്തവണ ഹാൻഡ് വാഷും ബോഡി വാഷ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഓഫർ കിടക്കുന്നുണ്ട്. കോള വലിയ 2 ലിറ്ററിൻ്റെ കോളയ്ക്ക് 50 രൂപ, 50% കിഴിവ്, അതൊക്കെയാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ കുറച്ച് ചില്ലറ സാധനങ്ങൾ, അവിടെ കാണാത്ത ബ്രാൻഡുകളുണ്ടല്ലോ, കുറച്ച് സാധനങ്ങളൊക്കെ ലുലുവിൽ കാണുമല്ലോ, അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അല്ലിക്ക് കുറച്ച് ജ്യൂസുകൾ, അപ്പം ഉണ്ടാക്കി കൊടുക്കുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അത് കുറച്ച് ഫ്രൂട്ട്സ്, അതൊക്കെ വാങ്ങിച്ചതേ ഉള്ളൂ ഞങ്ങൾ. പിന്നെ ഹൈപ്പർ മാർക്കറ്റ് എല്ലാം ഒന്ന് കാണാമല്ലോ, അതൊക്കെ കണ്ട് നടക്കുമായിരുന്നു ഞങ്ങൾ. ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, ഒരുപാട് സാധനങ്ങൾ നമുക്ക് കണ്ടു തീരാവും, അത്ര ദൂരം ഉണ്ട്. നടന്ന് അവസാനം കാല് കഴിച്ചു. പിന്നെ അല്ലിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു, വാങ്ങിച്ചിട്ടുണ്ട്. കളറിങ് പെൻസില്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബോക്സസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അല്ലിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു. ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ ഫിഷിനെ ബോട്ടിലാക്കി വെച്ചിരിക്കുന്നു. കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ തോന്നും. അല്ലെങ്കിൽ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചില്ല. ഒരുപാട് തരത്തിലുള്ള മീനുകൾ, ഞാൻ ഇങ്ങനെ അധികം ഫിഷിനെ ഒന്നും അധികം ഇങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനെ പല കളർഫുൾ മീനുകൾ, ഇതിൻ്റെ ഒന്നും പേര് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലി വാങ്ങിക്കണമെന്ന് വഴക്കുണ്ടാക്കി, പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല. ബിൽഡിങ്ങിൽ നിൽക്കുകയാണ്. എല്ലാം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ ബൈ.